വർദ്ധിച്ചുവരുന്ന സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ആയുധങ്ങളുടെ നിരായുധീകരണം സംബന്ധിച്ച് ചൈനയുമായും റഷ്യയുമായും ചർച്ചകൾ നടത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു. എല്ലാ കക്ഷികൾക്കും ആണവായുധങ്ങൾ കുറയ്ക്കുന്നതിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. മാത്രമല്ല, അത്തരത്തിൽ ആയുധങ്ങളുടെ നിരായുധീകരണം നടത്തിയില്ലെങ്കിൽ ഇനിയൊരു യുദ്ധത്തിലേക്കാകും രാജ്യങ്ങൾ എത്തിപ്പെടുന്നതെന്നും അഭിപ്രായപ്പെട്ടു. സംസ്ഥാനതല കൃത്രിമ ഇന്റലിജൻസ് നിയന്ത്രണങ്ങളുടെ പാച്ച് വർക്ക് തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച ശേഷം വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ട്രംപ് ഏറ്റവും കൂടുതൽ ആണവ പോർമുനകൾ കൈവശം വെച്ചിരിക്കുന്ന ഈ രാജ്യങ്ങളെയെല്ലാം ആയുധങ്ങളുടെ നിരായുധീകരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞു. ചൈനയുമായി ഞാൻ സംസാരിച്ച കാര്യങ്ങളിലൊന്ന് ആയുധങ്ങളുടെ ആണവ നിരായുധീകരണമാണ്. അത് നിർത്താൻ കഴിയുമോ എന്ന് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആണവായുധങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ചൈനയോട് അതിനെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ റഷ്യയോട് അതിനെക്കുറിച്ച് സംസാരിച്ചു. ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, റഷ്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ട്രംപ് പറഞ്ഞു. ആണവ നിരായുധീകരണം ഒരു അതിശയമായ കാര്യമായിരിക്കുമെങ്കിലും 3 പതിറ്റാണ്ടിലേറെ കാലത്തിനു ശേഷം അമേരിക്കൻ ആണവ പരീക്ഷണം പുനരാരംഭിക്കുന്നത് ഉചിതമാണ് എന്ന് ഒക്ടോബറിൽ ട്രംപ് വ്യക്തമാക്കി. പോസിഡോൺ അണ്ടർ വാട്ടർ ഡ്രോൺ ഉൾപ്പെടെയുള്ള നൂതന ആണവശേഷിയുള്ള സംവിധാനങ്ങളുടെ റഷ്യയുടെ പരീക്ഷണങ്ങൾ ഉദ്ധരിച്ച് ഇത് 2 ആണവശക്തികൾ തമ്മിലുള്ള ഗണ്യമായ വർധനവിനെ അടയാളപ്പെടുത്തുന്നു. അവയെല്ലാം ആണവ പരീക്ഷണങ്ങളാണെന്ന് തോന്നുന്നു. റഷ്യയെയും ചൈനയെയും പരാമർശിച്ച് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മറ്റെല്ലാവരേക്കാളും കൂടുതൽ ആണവായുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഞങ്ങൾ പരീക്ഷണം നടത്തുന്നില്ല. എന്നാൽ മറ്റുള്ളവർ പരീക്ഷണം നടത്തുന്നതിനാൽ ഞങ്ങളും അത് ചെയ്യുന്നത് ഉചിതമാണെന്ന് ഞാൻ കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരീക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഞങ്ങൾക്ക് പരീക്ഷണ കേന്ദ്രങ്ങളുണ്ട്. അത് പ്രഖ്യാപിക്കും. സമയമോ സ്ഥലമോ വ്യക്തമാക്കാതെ ട്രംപ് വ്യക്തമാക്കി. US ഊർജ വകുപ്പിന്റെ സാൻഡിയ നാഷണൽ ലബോറട്ടറീസ് പ്രകാരം സ്റ്റെൽത്ത് F-35A യുദ്ധവിമാനം വഹിച്ച B-6112 ന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബിന്റെ നിർണായക സ്റ്റോക്ക് പൈൽ ഫ്ലൈറ്റ് പരീക്ഷണങ്ങളുടെ ഒരു പരമ്പര അമേരിക്ക വിജയകരമായി പൂർത്തിയാക്കി. ലാബിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഉട്ടായിലെ ഹിൽ എയർഫോഴ്സ് ബേസിന്റെ പിന്തുണയോടെ നെവാഡയിലെ ഡോണോപാഡസ്റ്റ് റേഞ്ചിൽ ഓഗസ്റ്റ് 19 മുതൽ ഓഗസ്റ്റ് 21 വരെ പരീക്ഷണം നടത്തി. F-35Aയിൽ നിന്നും നിഷ്ക്രിയ B-6112 യൂണിറ്റുകൾ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. പ്രവർത്തന സാഹചര്യങ്ങളിൽ വിമാനം, എയർക്രൂ, ആയുധം എന്നിവയുടെ പൂർണ്ണ പ്രകടനം സ്ഥിരീകരിച്ചു. അതേസമയം ഉത്തര കൊറിയയെക്കുറിച്ചുള്ള വ്യക്തമായ പരാമർശങ്ങൾ ഒഴിവാക്കിയ ഏറ്റവും പുതിയ US ദേശീയ സുരക്ഷാ തന്ത്രം പുറത്തിറക്കിയതിനെ തുടർന്ന് ഉത്തര കൊറിയയുടെ സമ്പൂർണ്ണ ആണവ നിരായുധീകരണം ദക്ഷിണ കൊറിയയുമായി പങ്കിടുന്ന ഒരു പ്രധാന നയമായി തുടരുന്നുവെന്ന് തിങ്കളാഴ്ച US വീണ്ടും സ്ഥിരീകരിച്ചതായി യോൻഹാപ്പ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ദക്ഷിണ കൊറിയയിലെ ആക്ടിംഗ് US അംബാസിഡർ കെവിൻ കിം ദക്ഷിണ കൊറിയയുടെ ഫസ്റ്റ് വൈസ് വിദേശകാര്യമന്ത്രി പാർക്ക് യൂൻ ജൂവുമായി കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയിരുന്നു. ട്രംപ് ഭരണകൂടം കൊറിയൻ ഉപദ്വീപിലെ ആണവ നിരായുധീകരണത്തിന് മുൻഗണന നൽകുന്നത് തുടരുന്നുവെന്ന് ഊന്നി പറഞ്ഞു. ഉത്തര കൊറിയയുടെ സമ്പൂർണ്ണ ആണവ നിരായുധീകരണത്തിനായുള്ള പ്രതിബദ്ധത പ്രസിഡന്റ് ട്രംപും പ്രസിഡന്റ് ലീയും സംയുക്ത വസ്തുതാ പത്രത്തിൽ ആവർത്തിച്ചു. അതാണ് ഇപ്പോൾ ഞങ്ങളുടെ കൊറിയൻ നയം, കിം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതായി യോൻഹാപ്പ് വാർത്താ ഏജൻസി ഉദ്ധരിച്ചിരുന്നു. ഈ മാസം ആദ്യം പുറത്തിറങ്ങിയ പുതിയ NSSൽ 2017ലെയും 2022ലെയും മുൻ പതിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഉത്തര കൊറിയയെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കുകയോ ആണവ നിരായുധീകരണത്തോടുള്ള US പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഇത് US നയരേഖകളിൽ ഈ വിഷയത്തിന് കുറഞ്ഞ പ്രാധാന്യം ലഭിച്ചേക്കാമെന്ന ആശങ്കയ്ക്ക് കാരണമാകുന്നു. പ്രത്യേക സംഘട്ടനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വിശാലമായ ഒരു സമീപനമാണ് NSS പ്രതിഫലിപ്പിക്കുന്നതെന്ന് ദക്ഷിണ കൊറിയൻ വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. പ്രധാന പ്രസ്താവനകളിലും ഉച്ചകോടി കരാറുകളിലും ആണവ നിരായുധീകരണത്തെക്കുറിച്ചുള്ള നിലപാട് US സ്ഥിരമായി ആവർത്തിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് യോൻഹാപ്പ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.